5:8-9. എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആകാശം ഭൂമിയേക്കാൾ ഉന്നതമായിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാളും എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളെക്കാളും ഉയർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഉന്നതമായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തിന്റെ വഴികൾ പലപ്പോഴും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ചിന്തകൾ പലപ്പോഴും നമ്മളുടെ മാനസിക ബുദ്ധിയിലും മാനുഷികമാകുന്ന ചിന്തയിലും നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ്. ഒറ്റ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ ഞങ്ങളുടെ മുമ്പിരിക്കുന്ന ഈ ലാപ്ടോപ്പ്, അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. പലതുമായിട്ട് ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിന്മേലുള്ളത്. അതിന്റെ ഹാർഡ് ഡിസ്കും അതുപോലെ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന മൈക്രോ ചിപ്പുകളും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചൊക്കെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അത് കളർഫുൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇതിനുള്ളിൽ തന്നെ ആരോ എഴുതി പ്രവർത്തിക്കുന്നത് പോലെ ഹല്ലേലൂയ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട്, ബ്ലെസ്സിങ് ആയിട്ട് മാറുക. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ ചിന്തകളും പലപ്പോഴും നമുക്ക് ആർക്കും നമ്മുടെ മാനുഷികമാകുന്ന ബുദ്ധിക്കോ ചിന്തകൾക്കോ ഉൾക്കൊള്ളാൻ കഴിയാത്ത പലപ്പോഴും ദൈവത്തിന്റെ വഴികൾ എന്ന് പറയുന്നത്. അത് മനസ്സിലാകാതെ വരുമ്പോൾ, നമുക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ, നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകുന്നതാണ് ഒന്നാമത്തെ കാര്യം ഭയം, 2 സംശയം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള പ്രവണത നമുക്കുണ്ടാവും. നമ്മുടെ പാഷൻസ് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ക്ഷമ നഷ്ടപ്പെടും. എത്രത്തോളം കർത്താവേ, അല്ലെങ്കിൽ എങ്ങനെ കർത്താവേ, എന്തുകൊണ്ട് കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, അല്ലെങ്കിൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കർത്താവേ എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ നമ്മളെ പലരും പറഞ്ഞിട്ടുണ്ടാവും. ഹല്ലേലൂയ. എന്നാൽ ഒറ്റ കാര്യം നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നാം ദൈവത്തെ അറിയുന്നതിന് മുൻപേ നമ്മെ അറിഞ്ഞ് നമ്മെ വിടുവിച്ച ദൈവമാണ്. ഹല്ലേലൂയ. റോമർ ലേഖനത്തിൽ അങ്ങനെയാ പറയുന്നത്, നാം പാപികളായിരിക്കുമ്പോഴേ സ്തോത്രം നമ്മൾക്ക് വേണ്ടി തകർക്കപ്പെട്ട് നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവം. അവിടെ എന്താ നമ്മൾ കാണേണ്ടത്? നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെയാണ്. നാം ദൈവത്തെ അറിയുന്നതിന് മുൻപേ നമ്മെ അറിഞ്ഞു, നമ്മെ സ്നേഹിച്ചു. അപ്പൊ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷമല്ല ദൈവം നമ്മെ സ്നേഹിക്കാൻ തുടങ്ങിയത്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയ ദൈവം. അപ്പൊ ആ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ വഴികള്, നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ ഇല്ലാതിരിക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു പക്ഷെ ഇന്ന് മനസ്സിലാകുന്നില്ല നമ്മുടെ ലൈഫിന്റെ ഒരു ജേർണി, അല്ലെങ്കിൽ ചില പ്രത്യേക മൊമെന്റുകളിൽ ഹല്ലേലൂയ ഈ ലൈഫ് എന്നെ എങ്ങോട്ട് എടുക്കുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ചില പ്രത്യേക വിഷയങ്ങളുടെ മധ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഇപ്പോൾ നമുക്കതിനെ എന്താ പറയുക, എന്റെ വിധത്തില് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരാം. അതിനർത്ഥം അതവിടെ ലൈഫ് അവിടെ തീരുന്നു എന്നല്ല. സ്തോത്രം. നവോമിയോട് ചോദിച്ച നവോമി പറയുന്നത് അവരുടെ ലൈഫിൽ എല്ലാം തീർന്നു എന്ന് തോന്നിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചു, 2 കുഞ്ഞുങ്ങൾ മരിച്ചു, എല്ലാം നഷ്ടപ്പെട്ടവളായിട്ട് അവള് മറ്റുള്ളവരോട് പറഞ്ഞു, ഇനി എന്നെ നിങ്ങള് നവോമി എന്നല്ല വിളിക്കേണ്ടത്. സ്തോത്രം. കാരണം ഞാൻ കയ്പായി തീർന്നവളാ, ഇനി എന്നെ കയ്പെന്ന് വിളിച്ചു എന്ന് പറഞ്ഞ ആ നവോമിയുടെ ലൈഫിനെ തമ്പുരാൻ അവിടെ നിന്ന് മാറ്റാനിടയായത്. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തെ മുറുകെ പിടിക്കാൻ നവോമി തയ്യാറായി. ദൈവത്തെ അവളെ നഷ്ടപ്പെടുത്തിയില്ല ലൈഫിൽ നിന്ന്. സ്തോത്രം. ദൈവത്തെ മുറുകെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം അവളുടെ ലൈഫിനെ മാറ്റുവാൻ തുടങ്ങി. ജീവിതത്തിൽ ഞാൻ പറഞ്ഞ ദൈവമക്കളെ, എല്ലാം നഷ്ടപ്പെട്ടാലും ജീവിതത്തിൽ ഈ ഭൂമി കാണുന്ന ബന്ധങ്ങളോ അല്ലെങ്കിൽ സമ്പത്തോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യമോ എന്തൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ ലൈഫ് അവിടെ ഒരു ഡെഡ് എൻഡ് ആകുന്നില്ല ലൈഫിന് അവിടെ. കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ചില പുതിയ സ്റ്റാർട്ടപ്പുകൾ, ചില പുതിയ അധ്യായങ്ങൾ നമ്മുടെ ലൈഫിനോട് കൂട്ടിച്ചേർക്കുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ മതി, നമ്മൾ ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറാണ്. കർത്താവേ, ഈ ഒരു ചാപ്റ്റർ കടന്നു പോകും, ഈ ഒരു അധ്യായവും ഞാൻ കടന്ന് അടുത്ത നല്ലൊരു ശോഭനമായ ഒരു അധ്യായത്തിലോട്ട് ദൈവം എന്നെ കൊണ്ടുവരുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടിയുടെ വെളിപ്പെടാൻ ഇടയായിത്തീരും. യോസേഫിന്റെ ലൈഫ് എടുത്ത് പഠിക്കുമ്പോഴും ഹല്ലേലൂയ യോസേഫ് പറയുന്നുണ്ട്, സ്തോത്ര, നമുക്കറിയാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് പൊട്ടക്കുഴിയും ബുദ്ധിപന്റെ ഭവനവും അങ്ങനെ ഒരുപാട് എന്താ പറയാ
തീച്ചൂളയുടെ ശൃംഖലകൾ ലൈഫിനെ ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ ശേഷം ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ യോസേഫ് പറയുന്നൊരു സാക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. തന്റെ സഹോദരങ്ങളോടും തന്റെ പാരന്റ്സിനോടുള്ള ബന്ധത്തിൽ യോസേഫ് പറയുന്നത്, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നോക്കിക്കേ, ആ ഒരു മൊമെന്റിൽ ഒരു പക്ഷെ യോസേഫിന്റെ കൂട്ടുകാരും അല്ലെങ്കിൽ ഒരുവൻ യോസേഫ് പോലും ചിന്തിച്ചിട്ടുണ്ടാവാം, എന്റെ ലൈഫിന്റെ അർത്ഥം എന്താ, എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അവന് തോന്നി, ഇതിനൊക്കെയായിരുന്നു എന്റെ ലൈഫിൽ ഇങ്ങനെ എല്ലാം കൊണ്ടുപോയി. നിങ്ങൾ ദോഷം വിചാരിച്ചു, നിങ്ങൾ ഞാനവിടെ തീർന്നെന്ന് വിചാരിച്ചു, പക്ഷെ ദൈവമോ ബഹുജനത്തിന് രക്ഷ വരേണ്ടതിന് അതിന് ഗുണമാക്കി തരും. അപ്പൊ അതാ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ പദ്ധതികൾ ഒരിക്കലും ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകത്തില്ല. ഒരുപക്ഷെ മറ്റുള്ള ലൈഫുമായിട്ട് കമ്പയർ നോക്കുമ്പോൾ, കർത്താവ് എനിക്ക് മാത്രം എന്തോ ഇങ്ങനെയൊക്കെ, ഹല്ലേലൂയ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കുന്നത്. പക്ഷെ വിശ്വസിക്കണം നിങ്ങൾ, ഹല്ലേലൂയ, കർത്താവ് അത് ഗുണമാക്കി തീർക്കുന്ന ഒരു സമയമുണ്ട്. അതിന് സെൻസിബിൾ ആക്കി, ഇതിനു വേണ്ടിയായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെല്ലാം കടന്നു പോയെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ദാവീദിനോട് ചോദിച്ച ദാവീദും പറയും, ശൗലും നിരന്തരം ശൗലും കൂട്ടരും തന്നെ പിൻഗമിച്ചു കൊണ്ടിരുന്നപ്പോൾ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നിയ ഒരു സന്ദർഭം തന്റെ ലൈഫിൽ കടന്നു വന്നപ്പോൾ, 1 ശമൂവേൽ 30-ാം അധ്യായത്തിലോട്ട് കടന്നു വരുമ്പോൾ അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ, ദാവീദും അനുയായികളും സിക്ലാഗിലെത്തിയപ്പോൾ അതിനെ തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നതായും തങ്ങളുടെ ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് കണ്ടു. ദാവീദും കൂട്ടരും ഉച്ചത്തിൽ വിലപിച്ചു, കരയാൻ ശക്തി ഇല്ലാതായി തീരുന്നത് വരെ അവർ കരഞ്ഞു. യസ്രീൽക്കാരി അഹീനവും കർമ്മേൽക്കാരി നാബാലിന്റെ വിധവയുമായ അബീഗയിൽ എന്നീ ദാവീദ് 2 ഭാര്യമാരെ അടിമകളായി പിടിക്കപ്പെട്ടു. ജനം തങ്ങളുടെ പുത്രിപുത്രന്മാരെ ഓർത്ത് വ്യസനിച്ചിരിക്കുന്നതിൽ ദാവീദിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നും കൂടി അവർ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത്യന്ത വിഷമത്തിലായി. എന്നാൽ ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ശരണപ്പെട്ട് ബലം പ്രാപിച്ചു. നമുക്ക് ബലം പ്രാപിക്കാൻ കഴിയണമെങ്കിൽ കർത്താവിൽ നാം അഭയം കണ്ടെത്തണം, കർത്താവിൽ നാം ശരണപ്പെടണം. മറ്റെല്ലാം നമ്മൾ നഷ്ടമാകുമ്പോഴും സ്തോത്രം, നവോമി ചെയ്തതുപോലെ, ദാവീദ് ചെയ്തതുപോലെ, യോസേഫ് ചെയ്തതുപോലെ കർത്താവിന് നാം മുറുകെ പിടിക്കാൻ തുടങ്ങുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അവിടെ ജീവിതത്തിന് അർത്ഥം വരിക, അവിടെ പുതിയ അധ്യായങ്ങൾ ദൈവം എഴുതി ചേർക്കുക. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്തോത്രം, പൗലോസ് ലൈഫിൽ താൻ ആഗ്രഹിക്കാത്ത ഒരു പ്രയാസത്തിലൂടെ താൻ കടന്നുപോയപ്പോൾ, ചില രോഗശക്തികൾ തന്നെ കീഴടക്കിയപ്പോൾ, അല്ലെങ്കിൽ ചില പ്രതിസന്ധികളിലൂടെ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ചില അനുഭവങ്ങളിലൂടെ തന്നെ കടന്നുപോയപ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, കർത്താവ് എന്നോട് ഒരു പക്ഷെ ചോദിച്ചിരിക്കാം, പലവട്ടം ദൈവത്തോട് ചോദിച്ചു, സ്തോത്രം. അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യമില്ല, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീന തികഞ്ഞു വരും. അപ്പൊ പൗലോസ് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, സ്തോത്രം, അതിന്റെ 10-ാം വാക്യത്തിന്റെ 2 കൊരിന്ത്യർ 12:10 അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ബലഹീനതകൾ, പരിഹാസങ്ങൾ, ഞെരുക്കങ്ങൾ, പീഡനങ്ങൾ, വൈഷമ്യങ്ങൾ എന്നിവ സഹിക്കുന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു. കാരണം ബലഹീനതയിലാണ് ഞാൻ ശക്തനാകുന്നത്. ദൈവം ആരെങ്കിലൊക്കെ പണിയുന്നുണ്ടെങ്കിൽ ഓർത്തു നോക്കുക, ഹല്ലേലൂയ, ഒരിക്കലും ഒരു നല്ല സമയത്തായിരിക്കില്ല ദൈവം പണിത് പുറത്തു കൊണ്ടുവരുന്നത്, ദൈവം ശക്തി പകരുന്നത്. സ്തോത്രം, ദൈവിക എൻകൗണ്ടറുകൾ സംഭവിക്കും നമ്മുടെ ലൈഫിന്റെ മോശം സമയങ്ങളിലാണ്. കാരണം ആ സമയങ്ങൾ നാം ദൈവത്തിൽ എത്രത്തോളം ആശ്രയിക്കുന്നുവോ, എത്രത്തോളം ദൈവിക ശക്തിയിൽ നാം ആശ്രയിക്കുന്നുവോ, അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ വിടുതലുകൾ വെളിപ്പെടും. അതുകൊണ്ട് മോശ സമയങ്ങൾ നമ്മളെ തകർക്കാനോ നമ്മുടെ ലൈഫ് തീരുവാനുള്ള ടൈമുകളല്ല, സ്തോത്രം, മറിച്ച് ദൈവത്തിന്റെ എന്തോ വലിയ പണികൾ നടക്കേണ്ട സമയങ്ങൾ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തിപ്പെടുന്നു. ഹല്ലേലൂയ, ദൈവത്തെ ശക്തിപ്പെടുക. ഹല്ലേലൂയ, ദൈവത്തിന്റെ വഴികൾ ആശ്വാസം കണ്ടെത്തുക, ദൈവത്തിന്റെ വഴികൾ സന്തോഷം കണ്ടെത്തുക. സ്തോത്രം, ഹല്ലേലൂയ. അത് മനസ്സിലാക്കിയത് കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ താൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒരു സ്തുതിഗീതം പോലെ. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ ജ്ഞാനം, വിവേകം എന്നിവയുടെ സമൃദ്ധി എത്ര അപ്രമേയം, അവിടുത്തെ വിധികൾ എത്ര അപ്രമേയം, അവിടുത്തെ വഴികൾ എത്ര അഗോചരം. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാര്, അവിടുത്തെ ഉപദേഷ്ടാവായിരിക്കുന്നതാര്, തിരികെ വാങ്ങാനായി ദൈവത്തിന് കടം കൊടുക്കുന്നതാര്, സകലവും ദൈവത്തിൽ നിന്നും ദൈവത്തിലൂടെ ദൈവത്തെങ്കിലേക്കും തന്നെ അവിടത്തേക്ക് എന്നേക്കും മഹത്വം. ആമേൻ. പറഞ്ഞു വന്നു, ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ ചിന്തകളും നമുക്കാർക്കും മനസ്സിലാകത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, യിരെമ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, കർത്താവെ, അങ്ങ് എനിക്ക് വേണ്ടി നിർണയിച്ചിരിക്കുന്ന എന്റെ ഭാവി, എന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ ഒരിക്കലും ദോഷത്തിനല്ല നല്ലതിനാണെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ, അവർ നന്മയ്ക്കായി തന്നെയെന്ന് വിശ്വസിക്കണം.
ഹാലലൂയ. ഇന്ന് എൻ്റെ ലൈഫ് കടന്നു പോകുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ, ഞാൻ അങ്ങനെ സ്നേഹിക്കുന്ന കർത്താവെ, ഞാൻ അങ്ങനെ ആരാധിക്കുന്നു, ഞാൻ അങ്ങനെ സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. കാരണം ഹാലലൂയ അത് നന്മയ്ക്കാക്കി തീർക്കുന്നൊരു ദൈവമാണ്. അത് ദോഷത്തിനല്ല, അത് തകർക്കാനല്ല, അത് മറിച്ച് അത് നന്മയ്ക്കായിട്ട് നിൽക്കുന്ന ഒരു ദൈവമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഹാലലൂയ. ഒരു പക്ഷേ ഇന്ന് എന്റെ തല കുനിഞ്ഞിരിക്കുന്നുണ്ടാകാം ചില പ്രത്യേക സാഹചര്യങ്ങൾ. പക്ഷേ നാളെ എന്റെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, എന്റെ കുടുംബത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്റെ സാഹചര്യങ്ങൾക്ക്, എന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്ന ഒരു ദൈവം ഹാലലൂയ സ്തോത്രം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാകിയ കർത്താവേ, നിങ്ങൾ ആഴമായി ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങിക്കേ. ഇന്ന് മനസ്സിലാകാത്ത, ഇന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയാത്ത ചില സ്റ്റോറികൾ നിങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചോ, നാളെ അത് നിങ്ങളുടെ ജീവിതത്തിലെ നന്മയ്ക്കും വിടുതലിനും കാരണമാക്കി കർത്താവ് ചൊല്ലും. അതോടൊപ്പം വലിയ ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടുത്തുവാൻ, നിങ്ങളെ മാനിക്കുവാൻ സർവശക്തനായ കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് കർത്താവിനെ സറണ്ടർ ചെയ്തോ, ദൈവസന്നിധിയിൽ ഒന്ന് കീഴടങ്ങിയിരിക്കാൻ തയ്യാറായിക്കോ. കർത്താവ് അത്ഭുതങ്ങളെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുവാൻ ദൈവം സർവശക്തനാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് വിശ്വസിക്കാൻ, ദൈവത്തിന്റെ വഴികളെ, ദൈവത്തിന്റെ ആലോചനകളെ, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ദൈവിക വാഗ്ദത്തങ്ങളെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അതിന് വിശ്വസിച്ചോ, കണ്ണും പൂട്ടി വിശ്വസിച്ചോ സ്തോത്രം. ഈ ദൈവം നമ്മളെ നിരാശപ്പെടുത്തത്തില്ല, നമ്മളെ തകർത്ത് കളയത്തില്ല, മറിച്ച് നമ്മെ ദൈവം അനുഗ്രഹിച്ച് മാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ ആത്മാവിൽ കാലം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ.